ഇപ്പോൾ നമ്മളെല്ലാ സമയത്തും അഡ്വക്കേറ്റ്സിനെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് എന്താ പറയുക ഗ്രേ സൈഡിലോ അല്ലെങ്കിൽ ബ്ലാക്ക് സൈഡിലോ, അതായത് നമ്മളൊരു കേസിന് വേണ്ടി വന്നാൽ ഏതൊരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, പട്ടിക്കും വീട്ടിലുള്ള പട്ടി പൂച്ച എല്ലാവർക്കും എതിരെ കേസ് ഫയൽ ചെയ്യും. ഇപ്പൊ കക്ഷി അമ്മണിപ്പിള്ളയിൽ പറയുന്നുണ്ട് സെക്ഷലി കമ്പാറ്റബിൾ അല്ല എന്നുള്ള റീസൺ ആണ് കൊടുക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് എന്താ അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതെ ഒരു സ്ത്രീ അങ്ങനെ അല്ലെങ്കിൽ ഒരു പുരുഷൻ അങ്ങനെ പറയുകയാണെങ്കിൽ അത് പറഞ്ഞു അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത എന്നാൽ അതൊരു വലിയ ഗ്രൗണ്ടാണ് താനും. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ഉപദേശങ്ങൾ കൂടുതൽ അഡ്വക്കേറ്റ്സ് കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണല്ലോ ഒരു പൊതുധാരണയുള്ളത്. അതായത് നിങ്ങൾ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഫയൽ ചെയ്തോളൂ, ദെൻ ഇറ്റ്സ് ഈസി. അല്ലെങ്കിൽ യു സേ ദിസ്, ദെൻ ഇറ്റ്സ് ഈസി. ജസ്റ്റ് സേ ദറ്റ് ഹീസ് ഹാവിങ് സം മെഡിസിൻസ്, ദെൻ ഇറ്റ്സ് ഈസി. അങ്ങനെ. അപ്പൊ ശരിക്കും അങ്ങനെ നടക്കാറുണ്ടോ? ഞാൻ കൂടുതലും ചെയ്യുന്നത് ആണുങ്ങളുടെ കേസാണ്. ഓക്കെ. മൈസെൽഫ് ബീങ് എ ഫീമെയിൽ ലോയർ, ഫീമെയിൽ അഡ്വക്കേറ്റ് ആയിട്ട് പോലും ഞാൻ കൂടുതലും ചെയ്യുന്നത് ഹസ്ബൻഡ്സിന് അല്ലെങ്കിൽ ഫാദേഴ്സിൻ്റെ കേസാണ്. ഓക്കെ. ഇതുവരെ ചെയ്തു വന്ന കേസുകൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഉള്ളതുപോലെ പറയുക, എല്ലാവരും നല്ല കേട്ടോ. ഐ എം നോട്ട് ടെല്ലിങ് എ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. കുറച്ചും കൂടെ നമ്മൾ കാണുന്നത് ഉള്ള പോലെ പറയുന്നത് ഞാൻ കണ്ടേക്കുന്നത് ആണുങ്ങളാണ്. ജെനുവിൻ അഗ്രീവ്ഡ് വിമൻ ഉണ്ട്, നോ ഡിസ്പ്യൂട്ട് ഓൺ ദാറ്റ്. പക്ഷെ എന്നാൽ പോലും ഇതൊരു ബിസിനസ്സാക്കി മാറ്റുന്ന കുറച്ച് സ്ത്രീകളുണ്ട്. ആദ്യം ഒരു കല്യാണം കഴിക്കും, ഓക്കെ, കുറച്ച് ഫിൽത്തി റിച്ച് ആയിട്ടുള്ള ഒരുത്തനെ നോക്കി കല്യാണം കഴിക്കും. 6 മാസം കൊണ്ട് പുള്ളി അങ്ങ് കളയും. പിള്ളേരില്ലെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ് സത്യം പറഞ്ഞാൽ. പിള്ളേർ വരുമ്പോഴാണ് ഇത് കുറേ കൂടെ ലോങ് പ്രോസസ്സ് ആവുന്നത്. പിള്ളേരില്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു പൈസ ഉള്ള വീട്ടിൽ നിന്ന് ഒരാളെ നോക്കി കല്യാണം കഴിച്ച് അത് കഴിഞ്ഞ് അവരുടെ എന്തെങ്കിലും ഇൻറ്റൻഷ്യലി അങ്ങ് ഇഷ്യൂസ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇൻറ്റൻഷ്യലി ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് അവരായിട്ട് എന്തെങ്കിലും പറഞ്ഞ് പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക. പുള്ളിക്കെതിരെ കുറച്ച് ഡൊമസ്റ്റിക് വയലൻസും 498, അത് ഡൗറി ഹറാസ്മെൻ്റ് എന്നാണ് പറയുന്നത്, അതും കൊടുത്ത് പിന്നെന്താ മെയിൻ്റനൻസും ഫയൽ ചെയ്ത് പിന്നെ ഡിവോഴ്സും അങ്ങ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടസ്റ്റഡ് ആണെങ്കിൽ ടേക്ക് ഇയേഴ്സ്. സുപ്രീം കോർട്ട് വരെ പോയ ഫാമിലി മാറ്റേഴ്സ് ഉണ്ട്. ഓക്കെ. ഓക്കെ. ഇനി അത് കഴിഞ്ഞ് ആ പുള്ളിയായിട്ടുള്ള യുദ്ധം എല്ലാം ഒരു 10-15 കൊല്ലം എടുത്ത് തീർത്തു എന്ന് ഇരിക്കട്ടെ, ഇവർക്ക് ആ ഒരു പാഠം കിട്ടിയെന്ന് പോരാന്ന് എനിക്ക് പലരുടെയും സൈഡിൽ നിന്ന് തോന്നിയിട്ടുണ്ട്. ദേ വോണ്ട് ടു റീമാരി. രണ്ടാമത് കല്യാണം കഴിച്ചു, ആ പുള്ളിയുടെ അടുത്ത് ഇത് തന്നെ 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം അവൻ്റെ കൂടെ ജീവിക്കുക, അവനെ എന്തെങ്കിലും കാരണം പറഞ്ഞ് തട്ടിത്തെറിപ്പിക്കുക, പിന്നെ ഈ പറഞ്ഞ പോലെ ദ ഹോൾ റുട്ടീൻ റിപ്പീറ്റ്സ്. അപ്പോൾ റീമാരേജ് ആവുമ്പോൾ നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് രണ്ടാമത്തെ കല്യാണം ആകുമ്പോൾ ആരും അങ്ങനെ ഡൗറി വാങ്ങിച്ച് കല്യാണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇല്ലാത്ത ഡൗറി ഡിമാൻഡ്സായി സെക്കൻഡ് മാരേജിൽ. ഫസ്റ്റ് മാരേജിൽ ശരിയാണ്, നമ്മൾ ആൾക്കാരുടെ സൗന്ദര്യവും പഠിത്തവും ജോലിയും വീട്ടിലെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ നോക്കി തന്നെയാണ് ആദ്യത്തെ കല്യാണം. കാരണം എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് ആദ്യത്തെ കല്യാണം നമ്മൾ കുറച്ചും കൂടെ ആഗ്രഹിച്ച് കല്യാണം കഴിക്കുന്നതാണ്. രണ്ടാമത്തെ കല്യാണം മൂന്നാമത്തെ കല്യാണം ഒന്നും അങ്ങനെ വലിയ ആഗ്രഹമൊന്നും കാണത്തില്ല. ഓക്കെ. രണ്ടാമത്തെ കല്യാണമൊക്കെ ഇപ്പം ഞാൻ പല സ്ത്രീകളെയും നോക്കുകയാണെങ്കിൽ ഇപ്പം ജോലിക്ക് പോവാത്ത സ്ത്രീകളാണെന്നിരിക്കട്ടെ, ദേ ഡോണ്ട് ഹാവ് എ പ്രോപ്പർ ഇൻകം. അങ്ങനെയുള്ളവർ ഇതൊരു എന്താ പറയുന്ന ഒരു ഷെൽട്ടർ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു മണി ജനറേറ്റിംഗ് മെഷീൻ അങ്ങനെയൊക്കെയാണ് ഈ സെക്കൻഡ് മാരേജിനെ കാണുന്നത്. പൈസ ഉള്ള ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ കേട്ടോ, അല്ല സെക്കൻഡ് മാരേജ് ചെയ്ത് വളരെ പീസ്ഫുള്ളി സന്തോഷമായിട്ട് ജീവിക്കുന്ന കപ്പിൾസും ഉണ്ട്. അതൊന്നും പറഞ്ഞേ ഇപ്പം ദൈവം വിധിക്കുമല്ലോ ഇന്ന ആൾക്ക് ഇന്ന ആളെന്ന്. അങ്ങനെ അവരൊന്നിച്ച് ജീവിച്ച് തുടങ്ങുമ്പോഴേ അറിയുള്ളൂ കമ്പാറ്റബിൾ ആണോ എന്ന്. അവർ തമ്മിലുള്ള ജെനുവിൻ ഇഷ്യൂസിന് അമിക്കബിളി കൈ കൊടുത്ത് പിരിയുന്നതിൽ ദർ ഇസ് നോ പ്രോബ്ലം. കോടതിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ നമ്മൾ റെക്കോർഡിക്കലാവും. അതെ, ഇതെല്ലാം അതിൻ്റെ മെയിൻ അൺറൂലി കോസ് എന്ന് പറയുന്നത് അത് തന്നെയാണ് കേട്ടോ. ഈഗോ ഇഷ്യൂസ്. എനിക്ക് ഇത്ര നാളാവും പണി തന്നതല്ല, എന്നാൽ പിന്നെ ഞാൻ തിരിച്ചൊരു പണി കൊടുത്തേക്കാം. പിന്നെ പെണ്ണുങ്ങൾക്ക് പൊതുവേ ഒരു ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറേ കേസുകൾ അങ്ങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ദേ ഹാവ് എൻ അപ്പർ ഹാൻഡ്. അങ്ങനൊരു വിചാരം പലരുടെയും ഇടയിൽ ഞാൻ അത് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ല പക്ഷേ.